ചക്ക കുഴഞ്ഞതുപോലൊരു കുടുംബം. ചക്കപ്പഴം. ഉത്തമാ, ഓ ഉത്തമ, നീ എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കുവാണോ? എടാ, രാവിലെ തൊട്ട് അമ്മ ആരോടും ഒന്നും സംസാരിക്കുന്നില്ലടാ. ആ, ഞാൻ കാപ്പി കൊടുക്കാൻ പോയപ്പോൾ അമ്മ ഒന്നും പറഞ്ഞില്ല. ഇപ്പത്തെ സന്ധ്യ ആവാറായി, എന്നിട്ട് ഇതുവരെ ഒന്നും മിണ്ടുന്നില്ല. പിള്ളേരുടെ ഒന്നും സംസാരിക്കണില്ലേ? എടാ, അതല്ലേ പറഞ്ഞ വീട്ടിലുള്ള ആരോടും ഒന്നും മിണ്ടുന്നില്ല എന്നാ. ഇനി വല്ല വയ്യായിക അങ്ങനെ ഉണ്ടാ? ഏയ്, വയ്യായിക ഉണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അമ്മയ്ക്ക് എന്തോ പിണക്കം ഉണ്ടെന്നാ എനിക്ക് തോന്നുന്നു കേട്ടോ. എന്തിനു പിണങ്ങണേ? എനിക്കറിയത്തില്ലടാ. ഇവിടെ അമ്മച്ചമ്മ പറഞ്ഞ കണക്കല്ലേ നമ്മൾ ഓണാഘോഷമൊക്കെ നടത്തിയത്. ഇനി എന്തിനു പിണങ്ങണേ? എടാ, നീ ഒന്ന് അച്ഛമ്മയോട് ഒന്ന് ചോദിക്കുവോ? ഞാൻ ചോദിച്ചൊന്നും പറയത്തില്ല, നീ ഒന്ന് ചോദിക്ക. ചോദിക്കാം. എടാ, ചോദിച്ചിട്ട് എന്നോട് ഒന്നൊന്ന് പറയണേ. പറയാം അമ്മ. ഇതെന്താന്ന് മിണ്ടാത്തെ? ഹലോ ഹലോ, എന്തായാലും മിണ്ട്. അച്ഛമ്മ, അച്ഛമ്മ, അച്ഛമ്മ. എന്താ ചേട്ടാ? എന്താ അച്ഛമ്മ കൊണ്ട് കുലുക്കി സർബത്ത് ഉണ്ടാക്കുന്നു? കുലുക്കിട്ടിട്ട് എടാ, അച്ഛമ്മ ഒന്നും മിണ്ടുന്നില്ലടാ. മിണ്ടുന്നില്ലെന്ന് അച്ഛമ്മ. ഇത് നാക്കങ്ങനെ വിഴിഞ്ഞോ? നാക്ക് ആശ്വാസമായി. പേടിപ്പിച്ചളഞ്ഞല്ല ഇത്. എനിക്ക് അമ്മയെ അറിയാം അച്ഛമ്മക്ക് എങ്ങനെ മിണ്ടായിരിക്കാൻ പറ്റത്തൊന്നുമില്ലെന്ന്. ഇനി പറ, എന്തുകൊണ്ടാ മിണ്ടായിരുന്നേന്ന്? ഞാനേ കുഞ്ഞുണ്ണോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, കേട്ട പാവനൻ. അതിന് അച്ഛൻ ശങ്കുണ്ടി വലിച്ചിട്ട് വീട്ടിലല്ലേ? ഞാൻ ഫോൺ വിളിച്ചാടാ പറഞ്ഞത്. അച്ഛൻ്റെ അടുത്ത് എന്തോന്ന് പറഞ്ഞത്? പണ്ടേ നമ്മുടെ പ്ലാവള വീട്ടിന്റെ ഒരാഘോഷം ഉണ്ടായിരുന്നു. എപ്പോഴും ഓണക്കാലത്താ? പണ്ടേ വലിയ മൈതാനം ഉണ്ടല്ലോ, അവിടെ ഈ നാട്ടുകാരൊക്കെ വിളിച്ചു കൂട്ടി ഒരു ഓണ മത്സരം നടത്തുമായിരുന്നു. എന്നിട്ട് സമ്മാനവും കൊടുക്കും. അതിന് അച്ഛമ്മ എന്തിനു പിണങ്ങിയിരിക്കണേ? എന്തിന് ഇത്തവണ നടത്തണമെന്ന് എനിക്കൊരു ആഗ്രഹം. അത്രയുള്ള പണ്ട് ഓണക്കാലത്ത് നടത്തിയിരുന്ന മത്സരം നമുക്ക് ഒന്നുകൂടെ ഇവിടെ നടത്തണം. അതെ, നമുക്ക് നടത്തി കളയാം. ചേട്ടാ, കാശിലുള്ള പരിപാടിയാ. കാശ്. നീ പോടാ അവിടെ നിന്ന്. അച്ഛമ്മയാണ് ഈ വീട്ടിലത്തെ അവസാനത്തെ വാക്ക്. അച്ഛമ്മ ഓണാഘോഷം നമ്മൾ നടത്തിയിരിക്കും, സമ്മാനവും കൊടുക്കും. എന്താ മോഹൻ ഇപ്പൊ നിലാവെളിച്ചം പോലെ? എടാ, ഇതല്ലേടാ പ്ലാവിലെ വീട്ടിന്റെ ഐശ്വര്യം. നമുക്ക് അങ്ങ് നടത്താം. മാനത്തൊരു പൊന്താരകം മഞ്ചാടി മണിച്ചപ്പോ തുറന്നില്ലേ നിന്മായക്കണ്ണ്. നോക്കിട്ടാ കിട്ടിയടാ? ചാക്കടി ചാക്ക്. കട്ടിലിന്റെ അടിയിലാണോ ചാക്കിരിക്കുന്നതാ? ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന കാണാൻ പാടില്ല നിനക്ക്? ചാക്കില്ലേ? പിന്നെ ചാക്കെന്തി? ഇവിടെ ഒന്നുമില്ല, ഇവിടെ ചാക്കൊന്നുമില്ല. അവിടെ ചാക്കൊന്നുമില്ല. എങ്ങനെയാണോ ബെഡ്റൂമിന്റെ അകത്ത് ചാക്ക് കാണുന്നത്? പിന്നെ അവിടെ ഉണ്ട് ചാക്ക്. നിനക്ക് ഇപ്പൊ എന്തിനാ ചാക്ക്? പഴയ പരിപാടി തുടങ്ങിയോ വീണ്ടും? എടീ, പ്ലാവിലെ വീട്ടുകാർ നടന്ന ഓണാഘോഷ പരിപാടിക്ക് മെയിൻ ഐറ്റം ആണ് ചാക്കിലോട്ടം. അതിനു വേണ്ടിയാണ് ചാക്ക്. ചാക്ക് അവിടെ ഉണ്ടോ? ബെഡ്റൂമിൽ എവിടെയാ ചാക്ക് ഉണ്ടാവുക? അത് ആ തട്ടും പുറത്ത് ഇഷ്ടം പോലെ ചാക്കിരിക്കുന്നു. അവിടുന്ന് 2-3 അങ്ങ് എടുത്താ പോരെ? തട്ടും പുറത്ത് ചാക്കുണ്ടോ? നീ നോക്കിട്ടോ, പെട്ടെന്ന്. അല്ല, അളിയനെന്തി? ആടാ, ശിവേട്ടന് നമ്മുടെ ഓണാഘോഷ പരിപാടിക്ക് കൂടാൻ പറ്റത്തില്ല. അതെന്ത്? ശിവേട്ടന് സ്പെഷ്യൽ ഡ്യൂട്ടി കൊടുത്തിരിക്കുന്നു, സർക്കാരിന്റെ ഓണാഘോഷ പരിപാടി. അയ്യോ, അപ്പൊ അളിയനില്ലേ? അയ്യോ, എന്നാ പിന്നെ കാര്യം ചെയ്യ്. നീ പുള്ളിയെടുത്ത് പറ, ഇവിടുത്തെ മൈക്ക് സെറ്റ് നമ്മൾ എടുക്കുന്നുണ്ടല്ലോ, അപ്പൊ അതിന്റെ സാങ്ഷൻ മേടിച്ചു തരാൻ പറ. അത് ശിവേട്ടൻ വിളിച്ചു പറഞ്ഞു, പോലീസിന്റെ സാങ്ഷൻ നിങ്ങൾ പോയി വാങ്ങിച്ചോണോന്നും പറഞ്ഞു. എടി, അതെങ്കിലും നിന്റെ കെട്ടിയെടുത്തൊന്ന് മേടിച്ചു തരാൻ പറയടി നീ. എന്ത് സ്വഭാവമാടാ? ആ വെയിലത്ത് ആ മനുഷ്യൻ നിന്ന് പണിയെടുക്കുന്നതിന്റെ ഇടയ്ക്ക് നമ്മളോട് സ്നേഹം ഉള്ളത് കൊണ്ടല്ലേ അതിന്റെ ഇടയ്ക്ക് ഓർത്ത് നമ്മളോട് വിളിച്ചു പറഞ്ഞത് ഇത് മറക്കല്ലേന്ന്. എന്നാ പിന്നെ നീ ഒരു കാര്യം ചെയ്യാൻ, മണ്ണുമാന്ത്രി പറ, എന്തെങ്കിലും സ്പോൺസർ ചെയ്യാൻ പറ. അല്ല, ശിവേട്ടൻ്റെ അടുത്ത് പറ, എന്തെങ്കിലും സ്പോൺസർ ചെയ്യാൻ പറ. അതെന്തായാലും നടക്കൂല, അച്ഛമ്മേനോട് പറഞ്ഞു. അച്ഛമ്മ മാത്രല്ല, ചേട്ടനും അമ്മയൊക്കെ സ്പോൺസർ ചെയ്യുന്നുണ്ട്. നിനക്കും നിന്റെ ഭർത്താവിന് ഒരു അവസരം തരാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. സമ്മാനമൊക്കെ ഉണ്ടോ? എടി, സമ്മാനം ഉണ്ടെടി, ഇഷ്ടമുള്ള സമ്മാനം ഉണ്ട്. നമുക്ക് മത്സരിക്കാൻ പറ്റുമോ? അയ്യോ, അത് പറ്റൂല. അങ്ങനെയാണെങ്കിൽ എല്ലാ സമ്മാനം ഞാൻ വാങ്ങിക്കാൻ സുമേ. അത് പറ്റൂല ഉറക്കം. എന്താ? എടി, ഇവിടുത്തെ കുരുന്നുകൾക്ക് മാത്രമേ മത്സരിക്കാൻ പറ്റൂ, വലിയ ആൾക്കാർക്ക് മത്സരിക്കാൻ പറ്റൂ എന്ന് അച്ഛൻ പറഞ്ഞു. ഒരെണ്ണോ? നീ പറഞ്ഞ തട്ടിന്റെ മണ്ട അങ്ങ് അടുക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞതോ? അയ്യോ, സത്യം സുമേ, തട്ടിന്റെ മടയിൽ ഇഷ്ടം പോലെ ചാക്കിരിപ്പുണ്ടായിരുന്നു. എന്നിട്ട് ഇപ്പൊ എന്തിയേ? അച്ഛൻ അടുത്ത് വിറ്റു കാണൂ ഇനി. അതപ്പച്ചക്ക് തോന്നിയതായിരിക്കും. തോന്നിയതൊന്നും അല്ലടാ, ശങ്കുണ്ണി വല്യച്ഛനില്ലേ, അവിടുന്ന് വളവും അരിയും ഒക്കെ കൊണ്ടുവന്ന ചാക്ക് മൊത്തം അടുക്കി വെച്ചിരിക്കുന്ന ഞാൻ കണ്ടതാ. അച്ഛാത്തൊക്കെ എടുത്ത് വിൽക്കുവോ? ചിലപ്പോ വിറ്റു കാണുമായിരിക്കും, ഇടുന്നത് വെറുതെ കളയണ്ടെന്ന് വിചാരിച്ചു. എന്തോ കഷ്ടം. നീ ഒരു കാര്യം ചെയ്തത് ഊരി കളഞ്ഞാണ്. ഇത് ഒരെണ്ണം വെച്ചെന്ന് കാണിക്കാന്. നമുക്ക് ജംഗ്ഷനിലെ ത്യാഗൻ ഉണ്ടോ? ത്യാഗൻ പലരെ കച്ചവടം നടത്തുന്ന ത്യാഗൻ, അയാളെടുത്ത് നമുക്ക് ചാക്കുണ്ടോ നോക്കാം. അത് ശരി. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായിട്ടാണോ നീ വെറുതെ എന്റെ ഉറക്കം കളയാൻ വേണ്ടി ഈ റൂമിൽ കയറി വന്നത്? എവിടുന്ന് ചാക്ക് കിട്ടുമെന്ന് വിചാരിച്ചു നീ? നിന്റെ ഉറക്കം കളയാൻ വേണ്ടി തന്നാടി ഞാൻ വന്നത്. നീ ഉറങ്ങണ്ട. കേറൂല.
ഡോർ വേണം. അയ്യോ ചിമേട്ടനില്ല അമ്മേ. ഇത്രോ സ്പൂൺ ഇവിടെ ചുമ്മാ ഇരിക്കുവായിരുന്നു. അതെ വേറെ ഉണ്ടെന്ന് ഇത്രയും പോരെ, കുറച്ചുകൂടെ വേണം. നമുക്ക് തപ്പിയെടുക്കാതെ ഇവിടെ എവിടെയെങ്കിലും കാണും. അച്ഛനും മോളോട് റെയ്ഡ് നടത്താൻ വന്നാണോ കിച്ചണിലോട്ട്? അമ്മ ഓണ മത്സരത്തിന് സ്പൂൺ റേസ് നടത്തണുണ്ടേ, അതിന് വേണ്ടി എടുക്കാമെന്ന്. നീ കാര്യം അതെ അവിടെ അടച്ചു വെച്ച സ്പൂണിങ് ഇതെവിടുന്ന് എടുത്തേ? അതെ, അമ്മ പറഞ്ഞത് പ്ലാവിലെ വീട്ടുകാര് ഓണ മത്സരം നടത്തണതാ, അല്ലാതെ അടുക്കളയിൽ നിന്നുള്ള സാധനങ്ങളൊക്കെ എടുത്തോണ്ട് പോകണമെന്നല്ല. ഇതിപ്പോ ഇവിടെ വെറുതെ ഇരിക്കല്ലേ? ആര് പറഞ്ഞു വെറുതെ ഇരിക്കാന്ന്? എനിക്ക് ഇവിടെ എല്ലാ ദിവസവും ഉപയോഗമുള്ള സാധനമാണ് ഇതൊക്കെ. മത്സരത്തിനുള്ള സ്പൂണൊക്കെ പൈസ കൊടുത്ത് വാങ്ങിക്കൂ. ആവശ്യമുള്ള സാധനം എന്റെ മക്കള് കാശ് കൊടുത്ത് തന്നെ വാങ്ങിക്കണം. കടയിൽ പോകാൻ അറിയാലോ, അവിടെ നിങ്ങൾ വാങ്ങിച്ചാൽ മതി. ഉത്തമ, മക്കളെനിക്ക് വന്നേ, ഇങ്ങോട്ട് വാ. ഇവിടെ വാ. എന്താ കയ്യില്? ഇനി വന്ന് എടാ ഇങ്ങോട്ട് വരാൻ. എടുത്ത സാധനം ഇതാടാ, അതിനകത്തോട്ട് വെക്കടാ. ഒരെണ്ണേ ഉള്ളോ? ഇത്രേ ഉള്ളോ? ഉറപ്പാണേ? ഞാൻ തന്നെ എടുത്തോളൂ. മത്സരത്തിനുള്ള സ്പൂണ് കടയിൽ നിന്ന് വാങ്ങിക്കാം അല്ലേ? കടയിൽ നിന്ന് വാങ്ങിക്കും. പല്ലി ഇവിടെ വന്നേ, നീ വന്നേ, നീ പോയിക്കോ. ഞാൻ പോയിട്ട് നീ ഇങ്ങോട്ട് വന്നേ, ഇവിടെ ഇരുന്നേ. ക്യാബേജ് അരിഞ്ഞ അച്ഛമ്മ, എനിക്ക് ഒരുപാട് അവിടെ ഇരുന്ന് ക്യാബേജ് അരിയടി. എനിക്ക് ആരുമില്ല സഹായിക്കാൻ. വല്ലതും കഴിക്കണോ? എന്നാ കരി. അപ്പച്ചീനെ വിളിച്ചാ മതിയോ? വേണ്ട, നീ തന്നെ അരി. അതൊക്കെ വെച്ചോ. എടി എന്റെ കൂട്ടുകാരുടെ ഭാര്യയില്ലേ, കൂട്ടുകാരന്റെ ഭാര്യ സിസിലി, എനിക്കറിയത്തില്ലേ? പുള്ളിക്കാരി ഇപ്പൊ മത്സരിക്കാൻ വന്നിപ്പോണ്ട്. ഈ ലെമൺ സ്പൂൺ മത്സരത്തിന് എപ്പോഴും അവർക്ക് തന്നെ ഫസ്റ്റ്. ഭയങ്കര മിടിക്കാ. ചിലപ്പോ മത്സരിക്കും. പനിയായിട്ടൊക്കെ മാറിയിരിക്കും കേട്ടോ. ആണോ? പനിയാണെങ്കിൽ പ്രൈസ് കിട്ടാൻ ഭയങ്കര പാടാ. അപ്പൊ നീ നൈസായിട്ടേ എന്തെങ്കിലും ഒരു ഉടായ്പ ചെയ്യാൻ പറ്റുമോ? എന്തുടായ്പ ചെയ്യാൻ? ഈ ഭാരം കുറഞ്ഞ നാരങ്ങ കൊടുക്കാൻ പറ്റുമോ? അവിടെ പോടാ അവിടുന്ന്. ഭാരം കൂടാ നാരങ്ങ തൊട്ട് അത് പെട്ടെന്ന് താഴെ പോവില്ലേ? എന്നാ ഭാരം കൂടിയതോട്? ഭാരം കൂടിയൊന്നും കുറഞ്ഞൊന്നും ഒന്നുമില്ല. മര്യാദക്ക് സത്യസന്ധമായിട്ട് കളിച്ച് ജയിക്കുന്നെങ്കിൽ ജയിക്കട്ടെ. കഷ്ടമുണ്ട്. ഞാൻ കുറച്ച് പൈസ പലിശക്ക് എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ ജയിപ്പീര്. പറ്റത്തില്ലടാ, ഓണത്തിന്റെ ഇടയ്ക്ക് ഇങ്ങനത്തെ തിരിമറി ഒന്നും പറ്റത്തില്ല. എന്നാ ഒരു കാര്യം തവി എടുക്കാൻ പറ്റുമോ? വേണ്ടടാ, ഒരു ഉരുളി എടുത്തോണ്ട് പോവാ. നമുക്ക് തലയിൽ വെച്ച് ഈ നാരങ്ങ എല്ലാം കൂടെ വെച്ച് ഇങ്ങനെ നടത്താം. എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്തു. നീ പോയി അത് വരയ്ക്കും. നീ അവിടെ പോയി അത് വരയ്ക്കും. സിസിലി പാവടി. നീ ചോറും പഴങ്ങിയൊക്കെ തരും. കഷ്ടമുണ്ടൊന്നും സാരില്ല. പ്രിയമുള്ളവരെ, ഈ നാടിന്റെ പൊന്നോമനകളായ പ്ലാവിലെ വീട്ടുകാർ സംഘടിപ്പിക്കുന്ന ഓണാഘോഷ പരിപാടികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വർഷങ്ങളായി മുടങ്ങി കിടക്കുകയായിരുന്ന പ്ലാവിലെ വീടിന്റെ ഓണാഘോഷം ഇന്ന് ആരംഭിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരങ്ങളും അനേകം സമ്മാനങ്ങളും ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു. ഞങ്ങളുടെ പ്രകാശ വലയം, ഞങ്ങളുടെ പൊന്നോമന, ഞങ്ങളുടെ അച്ചമ്മ, നിങ്ങളുടെ എല്ലാവരുടെയും മുത്തശ്ശി, പിന്നെ ഞങ്ങളുടെ വീട്ടുകാർ, പിന്നെ ഞങ്ങളുടെ സുഹൃത്തുക്കൾ, അണിയറ പ്രവർത്തകർ എല്ലാവരും ഇവിടെ ഉണ്ട്. എല്ലാവർക്കും സ്വാഗതം. ഇതാ ചേട്ടാ സ്പൂൺ. എല്ലാവരുടെയും സ്പൂൺ കിട്ടിയില്ലേ? ഓക്കെ, വിട്ടറി. നമ്മൾ റെഡി 3, 2, 1 എന്ന് പറയുമ്പോൾ നിങ്ങൾ നേരെ ഓടി തിരിച്ചു ഇവിടെ വരണം. ചെറിയ വലിയ നാരങ്ങ വേറെ കൊണ്ട് വെച്ചിട്ട് ഇത് ഓട് മതി. പ്രിയമുള്ളവരെ, വിവിധ ഇനം മത്സരങ്ങൾക്ക് ശേഷം പ്ലാവിലെ വീട്ടുകാർ സംഘടിപ്പിക്കുന്ന അടുത്ത മത്സരം ലെമൺ സ്പൂൺ റേസ്. അങ്ങറ്റത്തുനിന്ന് 1-ാം നമ്പർ, രണ്ടാമത് 2-ാം നമ്പർ, 3, 4 ഇത്രയും 4 നമ്പറുകളാണ് മൊത്തത്തിലുള്ളത്. മത്സരം ആരംഭിക്കുന്നു.
റെഡി 1 2 3 സ്റ്റാർട്ട്. ഇതാ ഒന്നാം നമ്പർ മുമ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. രണ്ടാം നമ്പർ പുറകിലേക്ക് തിരിഞ്ഞു. അവിടുന്ന് തിരിച്ചു വരൂ. ഓടി നാരിക തല വീഴാൻ പാടില്ല. ഒന്നാം നമ്പർ പുറകിലിരിക്കുന്നു. കറുത്ത ചുരിദാറിലേക്ക് ജയിച്ചിരിക്കുന്നു. കറുത്ത ചുരിദാറിന്റെ ചേച്ചിയാണ് ജയിച്ചിരിക്കുന്നത്. ചേച്ചിയുടെ പേരും വിലാസം അവിടെ എഴുതി കൊടുക്കണം. ഞങ്ങൾ കോൺടാക്ട് ചെയ്തോളാം. എഴുതി വേണം. അടുത്ത ഗ്രൂപ്പ് വരട്ടെ. ഇവിടെ വരും. ഈ മത്സരം സംഘടിപ്പിക്കുന്ന പ്ലാവിലെ വീട്ടിലെ മുത്തുമണികൾ, പല്ലി എന്ന് വിളിക്കുന്ന പല്ലവി, ശംഭു, കണ്ണൻ, ആമി ഇവരുടെ മത്സരമാണ്. എല്ലാവരും തകർത്ത് കൈയടിക്കൂ. റെഡി 1 2 3 സ്റ്റാർട്ട്. കൈ കൊടുത്തോളാൻ പാടില്ല. ആമയാണ് മത്സരത്തിൽ ജയിച്ചിരിക്കുന്നത്. ഒന്നാം സമ്മാനം എഴുതി നിങ്ങൾക്കുള്ള സമ്മാനം വീട്ടിൽ വന്നിട്ട് തരാം. പ്രിയമുള്ളവരെ, തിരുവാങ്കുളത്തെ പൊന്നോമനകളായ പ്ലാവിലെ വീട്ടിലെ മുത്തുമണികൾ സംഘടിപ്പിക്കുന്ന അടുത്ത മത്സരം ചാക്കൽ കയറി ഓട്ടം. ചാക്കൽ കയറി ഓടാൻ പോകുന്നത് ആദ്യം ഒന്നാമത് നിൽക്കുന്ന ആളുടെ പേര് സുരേഷ്, രമണൻ, രമേശ്, സുധീഷ്. എല്ലാ ഈഷ്യം തുടങ്ങുന്ന ആൾക്കാരാണ്. ഗംഭീര കൈയ്യടി കൊടുക്കുക അവർക്ക് എല്ലാവർക്കും. രാവിലെ വീട്ടിൽ യശസ് ഉയർത്തുന്ന രീതിയിലുള്ള മത്സരം നടന്നുകൊണ്ടിരിക്കുന്നത്. കരിങ്കാശ്ശേരി ഭാഗത്ത് നിന്ന് വന്ന എല്ലാവർക്കും ഗംഭീരമായ ഒരു കൈയ്യടി കൊടുക്കുക. അപ്പം റെഡി 3 2 1 ഗോ. അത് ഗംഭീരമായ ചാക്രം. സുധീഷ് രമേശിന്റെ ചാക്ക് കീറിയിരിക്കുന്നു. സുഹൃത്തുക്കളെ, എല്ലാരും കൈയടി. അമ്മേ വെള്ളം വേണോ? വേണ്ട. പിന്നെ എല്ലാവർക്കും സമ്മാനം ഞാൻ തന്നെ കൊടുക്കണമെന്ന് നിർബന്ധം. ആർക്കും മുത്തശ്ശി നിർബന്ധം? എനിക്ക് തന്നെ നിർബന്ധം. മുത്തശ്ശി, ഞങ്ങൾ എല്ലാരും കൂടി ചാക്കിലോട്ടത്തിൽ മത്സരിച്ചാലോ? നീ മത്സരിക്ക്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അമ്മയുടെ നിനക്ക് പ്രൈസ് വാങ്ങിക്കാലോ. അല്ലേ അമ്മേ? ഓ, വാങ്ങിച്ചത് തന്നെ. വാശിയോടെ നടന്ന നാരങ്ങ സ്പൂൺ മത്സരത്തിൽ രാധാമണിയുടെ ചേച്ചി രമണിക്കാണ് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിരിക്കുന്നത്. പ്ലാവിലെ വീടിന്റെ അഭിമാനമായ നമ്മുടെ അച്ചമ്മ, നിങ്ങളുടെ എല്ലാവരും പ്രിയങ്കരിയായ മുത്തശ്ശി അവാർഡ് സമ്മാനം കൊടുക്കുന്നു. എല്ലാവരും കൈയടിക്കും. അടുത്തത് രണ്ടാം സമ്മാനം രണ്ടാം സമ്മാനം അനിയത്തിക്ക് തന്നെയാണ്. രമണി കടവരും. പ്ലാവിലെ വീട്ടിന്റെ അഭിമാനമായ മുത്തശ്ശി അച്ചമ്മ. രമണിക്ക് ഇതിൽ വലിയ ട്രോഫിയിൽ കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊള്ളുന്നു. രമണിക്ക് അടുത്തതായി നമ്മൾ പ്ലാവില വീട്ടിൽ മുത്തുമണീസ് അവതരിപ്പിച്ച ഈ പ്രോഗ്രാമിൽ നമ്മുടെ മുത്തുമണീസ് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അവർക്കാണ് അടുത്ത സമ്മാനം. ആദ്യത്തെ ലെമൺ ആൻഡ് സ്പൂണിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയിരിക്കുന്നത് ആമി. ഞാനല്ല, അച്ഛമ്മ ഉത്തമന്റെ മോൾ ആമി. അങ്ങനെ രണ്ടാം സ്ഥാനം നേടിയിരിക്കുന്നത് ഉത്തമന്റെ മോൻ ശംഭു. കയ്യടിക്ക് ശക്തി പോരാ. പ്ലാവിലെ വീട്ടുകാർ സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടികൾ ഇവിടെ പരിസമാപ്തിയായിരിക്കുകയാണ്. ഇതിനോട് സഹകരിച്ച ഈ നാട്ടിലെ എല്ലാ നാട്ടുകാർക്കും, പ്രിയപ്പെട്ട എല്ലാ നാട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. പരിസമാപ്തിയോട് അനുബന്ധിച്ച് ഒരു പ്ലാവിലെ വീട്ടിലെ തന്നെ സുമേഷും പിന്നെ പൈങ്കിളിയും അവർക്ക് ചാക്കിൽ ഓടണമെന്നൊരു ആഗ്രഹം. ഇതിന് സമ്മാനമൊന്നും ഉണ്ടായിരിക്കുന്നതല്ല, കാര്യം മത്സരമൊക്കെ അവസാനിച്ചിരിക്കുന്നു. നിങ്ങളുടെ ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ഓടാം. എല്ലാരും പോയില്ലടാ, എല്ലാരും പോയി. ഓടിക്കോ പെട്ടെന്ന് ഇരുട്ടായി, പെട്ടെന്ന് പോണം. റെഡി 1 2 3 സ്റ്റാർട്ട്.
മക്കളെ ഓടിക്കാറോ എടാ തിരിഞ്ഞോട് അതിന് ഓട് പൈക്കിലോട്. എനിക്ക് നടക്കാൻ വയ്യ, എനിക്ക് കാല് വേദനയാ. ഓ ഒന്ന് അവിടം വരെ ഉള്ളു, ഒന്ന് നടക്കപ്പച്ചി. ആ ചാക്കിലോട്ടൊന്നും ചെയ്യണ്ടായിരുന്നു. കാലില് കല്ല് തട്ടിയത് കൊണ്ടായില്ലായിരുന്നെങ്കിൽ ഞാൻ തന്നെ ഫസ്റ്റ് അടിക്കുന്ന. കണ്ടോ ഇത് കാരണമാണ് ഞാൻ തോറ്റുപോയ. എന്തടിച്ചിരിക്കുന്നേ? എന്തായാലും പരിപാടിയൊക്കെ നല്ല കളറായിരുന്നു കേട്ടോ. പ്ലാവിലെ വീട്ടുകാർ നടത്തിയ പരിപാടി ഗംഭീരായി, നാട്ടുകാർ മൊത്തം കണ്ടു. അച്ചമ്മയ്ക്ക് നല്ല സന്തോഷമായി കാണും. പിന്നെ അപ്പച്ചി 2 വ്ളോഗേഴ്സ് വന്നൊക്കെ വ്ളോഗ് എടുത്തായിരുന്നു യൂട്യൂബിലിടാൻ. ആണോ? നമ്മള് ഫേമസ് ആവിക്കാറും. അയ്യോ എന്റെ കൊച്ചവിടെ? അവൻ അവിടെ അച്ഛൻ്റെ അടുത്ത് അച്ഛമ്മയുടെ അടുത്ത് പോണ്ട് ഗ്രൗണ്ടില്. നിങ്ങൾ രണ്ടുപേരും എന്താ മിണ്ടാണ്ടിരിക്കുന്നേ? അല്ല എനിക്ക് ഉണ്ടായിരിക്കുന്നില്ല, ഞാൻ നല്ല ഹാപ്പിയാ. എന്റെ ശമ്പു എന്താടാ പറ്റിയേ? എന്താ മിണ്ടാണ്ടിരിക്കുന്നേ? നിന്നോടല്ലടാ ആൾക്കാർ ചോദിക്കുന്നത് എന്താന്ന്. ചേടാ ഇവിടെ പരിപാടി നടത്തിയെന്നും പറഞ്ഞിട്ട് അച്ഛമ്മ കുറെ നേരം മൗനവ്രതമായിരുന്നു. ഇപ്പൊ ഇവനാണോ? നീ എന്താ ഇഷ്ടപ്പെട്ടില്ലേ പരിപാടി? ഒന്നുമില്ല. എന്താ പറ്റിയ കാര്യം പറയടി അങ്ങോട്ട്. അപ്പച്ചി ചമ്മുച്ചാണ്ട് ചെറിയ ഈഗോ അടിച്ചതാണ്. ഈഗോയാ? ഓ എനിക്ക് വലിയ ട്രോഫിയും ചമ്മുച്ചാണ്ട് ചെറുതുമല്ല കിട്ടിയേ. അതില്ല. എടാ ശംഭു, ഇതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കണം. അപ്പച്ചി പറഞ്ഞ സാധനം ചമ്മുച്ചാണ്ടില്ല. സ്പോർട്സ്മാൻ സ്പിരിറ്റ് അത് നീ അത് പോയി മര്യാദയ്ക്ക് പറയാൻ പഠിക്കും. സ്പോർട്സ്മാൻ സ്പിരിറ്റ്. ഓ അങ്ങ് കളിയാക്കാൻ വന്നിരിക്കുന്നു. വേണ്ട കേട്ടാ. എനിക്ക് ഫസ്റ്റ് കിട്ടിയില്ലേ? നീ എവിടെയാണ് കൊണ്ടുപോയി ഒളിച്ചു വെക്ക്. രണ്ടുപേരും ഒന്ന് ഒഴിഞ്ഞു വരൂ. എന്നിട്ട് ആ ഫാൻ എന്നിട്ട് എന്റെ മോനെ ഞാൻ കുറച്ചിറങ്ങാൻ പറഞ്ഞിട്ടെ. അല്ല വീശിത്ത എന്തേലും ചെയ്യും. നിന്റെ വിഷമൊക്കെ മാറിയോ? എന്തോന്ന് വിഷമം? അമ്മയ്ക്ക് വലിയ ട്രോഫി ഇട്ടിട്ട് നിനക്ക് ചെറിയ വിഷമൊക്കെ ഉണ്ട്. അയ്യേ എനിക്ക് വിഷമൊന്നുമില്ല. ഒന്നുമില്ല, അവളെന്റെ അനിയത്തില്ലേ, അവൾക്ക് ട്രോഫി ഇട്ട് നല്ലതല്ലേ. അനിയത്തിയോ? ഓ നിന്നെ ആരും നന്നായിട്ട് ബ്രെയിൻ വാഷ് ചെയ്ത് വിട്ടിട്ടുണ്ടല്ലോ. എന്നെ ആരും ബ്രെയിൻ വാഷ് ചെയ്തൊന്നുമില്ല. ഇതിപ്പോ ഞാൻ ഇങ്ങനെ ആലോചിച്ച് വന്നപ്പോഴേ എനിക്ക് ട്രോഫി ഇട്ടുന്നത് അവൾക്ക് ട്രോഫി ഇട്ടുന്നത് ഒരേ കണക്കല്ലേ. എടാ ഈ സഹോദരിമാരെ അങ്ങനെ വിശ്വസിച്ചൂടാ. കൂടെ നിന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കും ശംഭു. എന്തോന്നിട്ട് കുത്തിത്തിരിക്കുന്ന? എടാ ഞാൻ എന്തോന്ന് കുത്തിത്തിരിച്ചടാ ശംഭു മോനെ നിന്നെ. ഞാൻ എന്തോന്ന് കുത്തിത്തിരിച്ചെന്ന്. എടാ നിനക്ക് ചെറിയ ട്രോഫിക്കിന് കിട്ടിയില്ലേ? എനിക്ക് ഇതുപോലും കിട്ടാതെ ഈ കുടുംബക്കാരുടെ മുമ്പിൽ കൂടെ മൊത്തം ഞാൻ അപമാനിതനായിട്ട് നടന്നിട്ടുണ്ട്. നിനക്ക് അറിയാമോ? എന്നെ കണക്കാണോ ചീറ്റപ്പൻ? അതെന്തോന്ന് വർത്താനം മക്കളെ, അങ്ങനെ പറയാൻ കൊള്ളാമോ? അത് എടാ നിന്നെക്കാട്ടി ചെറിയ പ്രായത്തില്, നിന്നെക്കാട്ടി വളരെ കൊച്ചു പ്രായത്തില് അപമാന ഭാരം മൊത്തവും തലയിലേറ്റി ഇവരുടെയൊക്കെ ആട്ടുതുപ്പും കേട്ട് ഇവരുടെയൊക്കെ മുമ്പിൽ കൂടെ നടന്നിട്ടുണ്ട്. എന്നിട്ട് ഞാൻ തോറ്റില്ല. പൊരുതി ഇവിടം വരെ എത്തി. വല്ലാത്ത പൊരുതായി പോയി. ഞാനിപ്പൊ പറയുന്നതെന്ന് വെച്ചാൽ നീ ഇപ്പൊ തോറ്റു കൊടുത്ത ജീവിതകാലം മൊത്തം നീ ദുഃഖിക്കേണ്ടി വരും. എന്തോന്നിട്ട് ഒരു പ്രശ്നം എങ്ങനെയെങ്കിലും സോൾവ് ആക്കി വന്നപ്പോ വീണ്ടും അത് കുത്തിത്തിരിക്കാൻ നോക്കുന്നല്ലേ? ഏറ്റില്ലല്ലേ? ഏറ്റില്ല. എന്റെ വിഷമം ഞാൻ പോയെന്ന് പറഞ്ഞില്ലേ? എന്നാ നിന്റെ കംപ്ലീറ്റ് വിഷമം പോകാൻ വേണ്ടി ഞാൻ ഒരു സാധനം തരട്ടെ. എന്തോന്ന്? ഇതെവിടെന്ന്? നീ എടുത്തോ, നീ വെച്ചോടാ. അല്ല ഇത് എവിടെ നിന്ന് പറ. ഇതെവിടെ നിന്ന് പറ. അല്ല അവിടുന്ന് അടിച്ചു മാറ്റില്ല, അവിടുന്ന് എനിക്ക് കിട്ടിയതാ. എങ്ങനെ? അല്ല രാവിലെ വീട്ടുകാർ മത്സരിക്കരുതെന്ന് മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ. അല്ല അതിനകത്ത് നമുക്ക് പ്രൈസ് ഒക്കെ എടുത്തൂടെ? ഇതിപ്പോ ഇങ്ങനെ ഒളിച്ചെടുക്കേണ്ടല്ല സമ്മാനം, നമ്മൾ ജയിച്ചെടുക്കേണ്ടതാണ് സമ്മാനം. നീ ആരും ചോദിച്ചു നീ ജയിച്ചു മേടിച്ചെന്ന് പറഞ്ഞാ പോരെ? അല്ലേ ഇത് ഇതിപ്പോ അടിച്ചു മാറ്റിയതാ. മാറ്റി ചുമ്മാതല്ല അച്ഛൻ ഇന്നലെ അവിടെ കിടന്ന് ട്രോഫി കാണുന്നില്ല പറഞ്ഞോണ്ടിരുന്ന. ചേട്ടാ അങ്ങനെ ചോദിച്ചോ? പിന്നെ അവിടെ വൻ പ്രശ്നമായി. ഭയങ്കര പ്രശ്നമായോ? പിന്നെ നീ ഇത് കൊണ്ട് പൊക്കോ. ആരും ചോദിച്ചെങ്കിൽ എവറോൾ ട്രോഫി എന്ന് പറഞ്ഞാൽ മതി. ഞാൻ പറയത്തില്ല, എനിക്കൊന്നും വേണ്ട. ശംഭു നിനക്ക് ട്രോഫി വേണ്ടേ? എനിക്ക് ട്രോഫി വേണ്ട. ചെറുതിനെക്കാട്ടി വലുത് വേണ്ടേ? വേണ്ട. അല്ലേ അച്ഛൻ ചോദിക്കുകയാണെങ്കിൽ എന്ത് പറയും? അച്ഛൻ ചോദിക്കാന്ന് ഞാൻ ഇവിടെ വെച്ചാൽ നീ ഒന്നും മിണ്ടാതെ പോയി നിന്നാണ്. എന്തൊരു സ്നേഹത്തോടെ തരുമ്പോൾ അത് വാങ്ങിക്കത്തുമില്ല. മനസ്സിന് എന്നെ എടുത്ത് വിഷമിക്കുകയും ചെയ്യും. നിനക്കൊരു നല്ല ഒരു പുരോഗതി ഉണ്ടാകാൻ വേണ്ടിയില്ല മോനെ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. നല്ലൊരു വിദ്യാഭ്യാസത്തിന് വേണ്ടി എന്തെല്ലാം നിനക്ക് പറഞ്ഞു തരുന്നുണ്ട്. നീ അതൊന്നും കീപ്പ് അപ്പ് ചെയ്യുന്നില്ല കേട്ടോ. ഗെറ്റ് ഔട്ട്. ഗോ ഗോ ഗോ.
അച്ഛൻ ചോദിച്ചാൽ അച്ഛൻ പറയേണ്ടി വരും കേട്ടോ. അച്ഛൻ ചോദിച്ചാൽ പറയേണ്ടി വരും. വലിച്ചു കയറിയ കട്ടിലടി അവൻ അങ്ങനൊന്നും പറയത്തൊന്നുമില്ല. അവൻ വളർന്ന് എന്നെ പോലെ അവൻ. അമ്മേ അമ്മേ, എടി ഞാൻ ബീട്രൂട്ട് കട്ട് ചെയ്തോണ്ടിരിക്കുക. ചായ വേണേ തന്നെ ഇട്ട് കുടിക്കും. അതല്ല, അച്ഛമ്മ വീണ്ടും മൗനവ്രതം തുടങ്ങി. അയ്യോ, അതെന്നെ പറ്റി? എനിക്ക് അറിഞ്ഞൂടാ. നീ വന്നേ. അമ്മേ അമ്മേ അമ്മ എന്തിനാ ഇങ്ങനെ പിണങ്ങിയിരിക്കുന്നേ? എന്തിനാ ഈ മൗനവ്രതം? ഒരക്ഷരം മിണ്ടത്തില്ല. അച്ഛമ്മേ അച്ഛമ്മേ. അമ്മേ എന്ത് പറ്റി അച്ഛമ്മ? നമുക്ക് എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം. എന്തോ കിട്ടി, എന്തോന്നറിഞ്ഞു. എനിക്കും ചാക്കിലോട്ട മത്സരത്തിൽ പങ്കെടുക്കണം. കൂടെ പൈങ്കിളിയും ലളിതയും വേണം. അമ്മേ, ഈ പ്രായത്തിൽ അമ്മയ്ക്ക് ചാക്കിലോട്ടോ? ഈ പ്രായത്തിൽ എന്താ കുഴപ്പം? ആ, ഒരു കുഴപ്പമില്ല. ഞാൻ റെഡി. അയ്യോ അയ്യോ, വേണ്ട വേണ്ട വേണ്ട. ഞാൻ റെഡി. ഇത് ഈ പ്രായത്തിൽ ചാക്കി കയറിയാ എന്താ?